കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് സ്നേഹ. ലാൻഡ്വൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാദമിയിലാണ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബികോമിനും UPSC കോമൺ പേപ്പറായിട്ട് വരുന്ന BPSC 133, അതായത് ബിസിനസ് ലോൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഡിസംബർ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നറിയാം. നിങ്ങൾ അതിനകത്ത് കുറെ പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് കാണും. ഇനിയും സ്റ്റിൽ കൺഫ്യൂഷനിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നിൽക്കുന്നവർ കാണും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് കവറേജിൽ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആയിരിക്കും. ഈ ഒരു പ്രീവൈക്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിസംബർ 2024 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ്. ഇതിനകത്ത് ആ ഒരു അനാലിസിസ് മാത്രമല്ല, ഈ ഒരു കറണ്ട് സൈക്കിൾ അല്ലെങ്കിൽ ഒരു കറണ്ട് എക്സാമിന് വേണ്ടി വരുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ഫീസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ലേണേഴ്സിന്, അതായത് ലേൺവൈസിന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പർച്ചേസ് ചെയ്തിരിക്കുന്നവർക്ക് അതിന്റെ ആൻസർ കീസ് അവരുടെ ആപ്പിനകത്ത് അവൈലബിളും ആയിരിക്കും. ദെൻ ഈ ഒരു PYQ അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ്സ്, സിലബസ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം ഓരോ ടോപ്പിക്കും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ അനാലിസിസിന്റെ ബേസിസിലാണ് ഈ ഒരു സ്റ്റഡി വരിക. അതേപോലെ തന്നെ ഈ ഒരു ഏകദേശ ഐഡിയ, നിങ്ങൾക്ക് ഇന്ന പോർഷൻസ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഞാൻ ആ ഒരു പോർഷൻ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ പഠിച്ചാൽ എനിക്ക് ഏകദേശം കവർ ആകുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടും വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനത്തെ സെഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു പ്രോജക്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതാണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും അതിന്റെ ഒരു ട്രെൻഡ്, അതായത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ പോർഷൻസ് ഏതൊക്കെയാണ്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പോർഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അപ്കമിങ് എക്സാമില് ഏത് പോർഷൻ ആണ് കൂടുതൽ വരാൻ ചാൻസ്, അങ്ങനത്തെ കുറെ ഐഡിയാസ് നമുക്ക് കിട്ടും. ദെൻ അതേപോലെ സിലബസും എക്സാമും റിലേറ്റഡ് ആയിട്ടുള്ളൊരു നല്ലൊരു ഡീറ്റെയിൽഡ് മാപ്പിംഗ് സ്റ്റൈലാണ് വരുന്നത്. അതായത് പറഞ്ഞു, ഇപ്പോൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഏത് ബ്ലോക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് വന്നിരിക്കുന്നത്, അങ്ങനെ കുറെ അനാലിസിസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പൊ അതെടുത്ത് നിങ്ങൾക്ക് ഒരു ഏകദേശം ആ പോർഷൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾക്ക് വരുന്നൊരു ട്രെൻഡ്, അതായത് കൂടുതൽ പ്രോബബിൾ ആയിട്ട്, കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട്, കൂടുതൽ റിക്കറിങ് എന്ന രീതിയിൽ വരുന്ന തീംസും ടോപ്പിക്സും ഒക്കെ ഏതാന്നുള്ളൊരു ഐഡിയ കിട്ടുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ ഒരു ഗൈഡ് വായിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ഹോൾ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഇപ്പൊ ബിസിനസ് ലോയുടേത് മൊത്തത്തിലൊന്ന് ഏതൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക് ആണ് നിങ്ങൾക്ക് എക്സാം റിലവന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു ജനറൽ ഐഡിയയും ഏതൊക്കെയാണ് നമ്മൾ മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു സെഷൻസ് അല്ലെങ്കിൽ ഈ ഒരു PYQ അനാലിസിസ് വരിക. അതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ അനാലിസിസും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് മെയിനായിട്ട് ഷോർട്ട് നോട്ട്സ്
എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം ബേസ്ഡ് സിനാറിയോസ്, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഈ നോളജ് ക്വസ്റ്റ്യൻസ് വരാറ്. അതിൽ നിന്ന് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൽ, അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയാണ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്, അതായത് നമുക്ക് സംബന്ധിച്ചിട്ട് ഈ ബിസിനസ് ലോയിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്? ഷോർട്ട് നോട്ട്സ് ആണോ, എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, അതോ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണോ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് നോക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സിനാറിയോസ് ആണോ? അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് അനലൈസ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ട്രെൻഡ്, കൂടുതലും കവർ ചെയ്തിരിക്കുന്ന ബ്ലോക്കും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന യൂണിറ്റും ഇതിനകത്ത് കവർ ചെയ്ത് നമുക്ക് ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നു. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് എന്തായിരിക്കാം വരാൻ ചാൻസ് എന്നുള്ളൊരു പ്രഡിക്ഷനും, അതായത് പോസിബിലിറ്റി, ഇന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറയുമല്ലോ, ഇന്ന് പഠിച്ചിരിക്കുന്നേ ഇത് വരാൻ ചാൻസ് കൂടുതലുള്ളതാണ്, പണ്ട് ടീച്ചേഴ്സും പറയുമല്ലോ. സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് ലഭിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ലാസ്റ്റിൽ നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്. അതായത് ഈ ഒരു ഡിസംബർ എക്സാമിലേക്ക് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് മോഡൽ എക്സാം പോലെ അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇത്രയും നാളും വന്നതിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്രാവശ്യം വരാൻ ചാൻസ് ഇന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസേഴ്സ് പറഞ്ഞുള്ള ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്ക് ഇതിനകത്ത് കുറെ നമ്മളുടെ ബിസിനസ് ലോ അല്ലെങ്കിൽ കോൺട്രാക്ട്സ്, അതിന്റെ ലീഗൽ പ്രിൻസിപ്പിൾസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് എന്താ കൂടുതലായിട്ട് ഒത്തിരി വൈഡ് ഏരിയ അല്ലേ നമുക്ക് ബിസിനസ് ലോയിൽ പഠിക്കാനുള്ളത്. അപ്പം അതിനകത്തുനിന്ന് ഒന്നോടൊന്നൊരു പ്രിസൈസ് ആയിട്ട് ഏറ്റവും ഷോർട്ടായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ, അതായത് ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വൈഡായിട്ട് കിടക്കുന്ന ടോപ്പിക് വെച്ച് എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിൽക്കുമ്പോൾ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു ജനറൽ ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് BGC 133 ബിസിനസ് ലോയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ ലീഗൽ ഫ്രെയിംവർക്സ് ആണ് കൂടുതലായിട്ടും ഈ ബിസിനസ് ലോയിൽ കവർ ചെയ്യുന്നത്. അതായത് ജനറൽ കോൺട്രാക്ട്, പാർട്ട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഗുഡ്സ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ലീഗൽ ഫ്രെയിംവർക്സ്, ലീഗൽ അല്ലെങ്കിൽ ആക്ടുകൾ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരുന്ന ഒരു പേപ്പറാണ് ബിസിനസ് ലോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കറക്കി കുത്തി ചുമ്മാ എടുത്ത് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ അല്ല ബിസിനസ് ലോ എന്ന് പറയുന്നത്. അത്യാവശ്യം ആ ആക്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ അതിനകത്ത് എഴുതേണ്ട ആവശ്യകത വരുന്നുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ ഇത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട്. അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിനാറിയോസ് വെച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ഒരു പേപ്പറുമാണ് ഈ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഒരു സിലബസ് മാപ്പിംഗ് നോക്കാം. അതായത് ബ്ലോക്കും യൂണിറ്റും ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മളുടെ എക്സാം റിലവൻസ് എത്രത്തോളമാണ് നമുക്ക് എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എത്രയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1, അതായത് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റില് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് തുടർച്ചയായിട്ട് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവൽ, അതായത് വരാൻ ചാൻസ് ഉണ്ട്, വിട്ടുപോകാൻ ചാൻസ് ഇല്ല, വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്, എന്നാൽ ഹൈ പ്രോബബിൾ ആയിട്ട് പറയാനും പറ്റത്തില്ല, പക്ഷെ മസ്റ്റ് കവറിന്റെ റേഞ്ചിൽ തന്നെയാണ് എഗ്രിമെന്റ്. ദെൻ ബ്ലോക്ക് 1 തന്നെ ലീഗൽ ഒബ്ലിഗേഷൻ, അത് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവലാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആണ്. കോൺട്രാക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻസും ടൈപ്സും ഒക്കെ വരുന്നത് അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഹൈ ലെവൽ എന്ന രീതിയിൽ തന്നെ പറയാം. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്. ദെൻ വരുന്നത് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റിലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റിൽ തന്നെ നെക്സ്റ്റ് ഒരെണ്ണവും കൂടെ വരുന്നുണ്ട്, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. അത് 10 പ്രാവശ്യം റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രീക്വൻസി 10 പ്രാവശ്യം ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. അതായത് പല ടൈപ്പ് രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് ആ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഹൈലി പ്രോബബിൾ ആണ്, ഏറ്റവും മസ്റ്റ് കവർ എന്ന രീതിയിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പറയാം. ദെൻ
ആൻഡ് അക്സെപ്റ്റൻസ്, അതായത് നെക്സ്റ്റ് യൂണിറ്റിലെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. അതിൽ നിന്ന് വാട്ട് ഈസ് ഓഫർ, എന്താണ് ഓഫർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഫ്രീക്വൻസി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹൈലി ഇമ്പോർട്ടന്റ് ആണെന്നും പറയാം. ദെൻ സെയിം യൂണിറ്റിലെ തന്നെ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ, അതായത് വാലിഡ് ഓഫറിന് വേണ്ടിയുള്ള ലീഗൽ റൂൾസ് കുറച്ച് പറയുന്നുണ്ടല്ലോ, അതും 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ യൂണിറ്റിലെ തന്നെ ലാപ്സ് ഓഫ് ഓഫർ, അതായത് ഒരു ഓഫർ ലാപ്സ് ആയി കഴിഞ്ഞാലുള്ള എന്താണ് നിയമപരമായിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാന്ന് പറയുന്നത്, അത് 4 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം ആണ്. അതിന് തൊട്ട് മുമ്പ് ഒരു പോർഷനും കൂടെ, അതായത് അക്സെപ്റ്റൻസ്, അതായത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിലെ വാട്ട് ഈസ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ഹൈലി നമ്മൾ നോക്കേണ്ട ഒരു സെഷൻസിനകത്ത് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് വരുമ്പം കപ്പാസിറ്റി ഓഫ് പാർട്ടീസിന്റെ കപ്പാസിറ്റിയുമായിട്ട് സംബന്ധിച്ചൊരു യൂണിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് കോമ്പറ്റൻസി ഓഫ് ടു കോൺട്രാക്ട് ഉണ്ട്. അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതല്ല ചോദിച്ചു കണ്ടിട്ടുണ്ട്, പക്ഷെ എത്ര പ്രാവശ്യം ഫ്രീക്വൻസിയിൽ വീണ്ടും റിപ്പീറ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്നാൽ ഹൈലി ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ വിട്ടു പോകരുത്. ദെൻ പൊസിഷൻ ഓഫ് എ മൈനറിന്റെ പൊസിഷൻ പറയുന്നുണ്ട്, അത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹൈലി ഫ്രീക്വൻസി ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ലെവൽ ആയിട്ട് നമുക്ക് പറയാം. ദെൻ സെയിം യൂണിറ്റിലെ തന്നെ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ള പേഴ്സൺസ് എന്ന കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഒരു ലോ ഇമ്പോർട്ടന്റ് ഏരിയയിൽ പറയാം. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് വരുമ്പോൾ ഫ്രീ കൺസെന്റ് എന്ന് പറയുമ്പോൾ കൊയേഷന്റെ ടോപ്പിക് വരുന്നുണ്ട്. അതിനകത്ത് 5 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഫ്രീക്വൻസിയിൽ. അതുകൊണ്ട് തന്നെ അതിനെ ഒരു മീഡിയം റേഞ്ചിൽ പറയാം, അതായത് കൂടുതലും അല്ല കുറവും അല്ല, പക്ഷെ റിപ്പീറ്റഡ് നേച്ചർ ഉണ്ട്. ദെൻ അൺഡ്യൂ ഇൻഫ്ലുവൻസിനകത്തും 5 പ്രാവശ്യം റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. മീഡിയം ലെവൽ പറയാം. ദെൻ ഫ്രോഡ് എന്ന് ഫ്രോഡിൽ നിന്നും 7 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഹൈ ഇമ്പോർട്ടന്റ് ലെവൽ കണ്ടറിൽ പറയാം. ദെൻ ഫ്രീ കൺസെന്റിൽ തന്നെ നമുക്കൊരു ആ യൂണിറ്റിൽ തന്നെ മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതിനെ നമുക്ക് ഹൈ ലെവൽ ഇമ്പോർട്ടന്റ് ഒരു ഏരിയയിലോട്ട് മാറ്റാം. ദെൻ ബ്ലോക്ക് 2നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്, അതിലെ മീനിങ് ഓഫ് കൺസിഡറേഷൻ ആണ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ ലെവലാണ്. അഡിക്വസി ഓഫ് കൺസിഡറേഷൻ 3 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ലോ റേഞ്ചിൽ നമുക്ക് പറയാം, ലോ ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ പറയാം. ദെൻ എഗ്രിമെന്റ്സ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി, അത് 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ മീഡിയം ലെവലിലേക്ക് മീഡിയം ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ പറയാം. ദെൻ നെക്സ്റ്റ് യൂണിറ്റിൽ നിന്ന്, അതായത് വോയിഡ് എഗ്രിമെന്റ്സ് ആൻഡ് കണ്ടിജന്റ് കോൺട്രാക്ട്സിൽ നിന്ന് വോയിഡ് എഗ്രിമെന്റ്സ് എന്താണെന്നുള്ള പോർഷൻ 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. മീഡിയം ലെവൽ ഇമ്പോർട്ടൻറ്റ് എന്ന രീതിയിൽ പറയാം. ദെൻ കണ്ടിജന്റ് കോൺട്രാക്ട്സ് എന്താണെന്ന് പറയുന്നുണ്ട്, അതും മീഡിയം ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 4 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ്, അതിൽ നിന്ന് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് 4 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. മീഡിയം ലെവലാണ്. മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറയുന്നത് 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹൈ ഇമ്പോർട്ടൻറ്റ് എന്ന രീതിയിൽ പറയാം. ദെൻ ബ്ലോക്ക് 3യുടെ ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി 5 പ്രാവശ്യം മീഡിയം ലെവലായിട്ട് പറയാം. ദെൻ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി എന്ന് പറയുന്നത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഹൈ ഇമ്പോർട്ടൻറ്റ് ലെവലിനകത്ത് അത് നമുക്ക് മാറ്റാം. ദെൻ ബ്ലോക്ക് 4ൽ നിന്ന് പാർട്ണർഷിപ്പിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ട്. 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഹൈ ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ്. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതും നമുക്ക് എന്താ പറയാം, ഹൈ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് പറയാം. ബ്ലോക്ക് 5ൽ നിന്ന് സെയിൽ ഓഫ് ഗുഡ്സ്, അതിനകത്തെ കണ്ടീഷൻസും വാറണ്ടീസും 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. മീഡിയം രീതിയിലും. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനെ ഹൈ ഇമ്പോർട്ടൻറ്റ് എന്ന രീതിയിലും. ദെൻ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ്സ് എന്തൊക്കെയാന്ന് പറയുന്ന പോർഷൻ 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനെ നമുക്ക് ഹൈ ഇമ്പോർട്ടൻറ്റ് എന്ന രീതിയിൽ പറയാം. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് 6ൽ നിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ നിന്ന് പ്രോമിസറി നോട്ട് 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് മീഡിയം ലെവലും.
ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 3 പ്രാവശ്യമേ വന്ന് കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്താണ്, ഒരു പ്രാവശ്യമല്ല, അതിൽ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോ ഇമ്പോർട്ടന്റ് എന്ന രീതിയിൽ പറയാം, പക്ഷെ കവർ ചെയ്ത് പൊക്കോണം. ദെൻ ചെക്ക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന്, അല്ലെങ്കിൽ വാട്ട് ഈസ് ചെക്ക്, അല്ലെങ്കിൽ ചെക്കിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനെ ഹൈ ഇമ്പോർട്ടന്റ് ലെവലിൽ നമുക്ക് പറയാം. ഇനി ആ ഒരു ബ്ലോക്ക് വൈസ് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നത്. ബ്ലോക്ക് 1 ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ കൂടുതൽ ഫ്രീക്വൻസി ലെവലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഇതുവരെ ഫ്രീക്വന്റ്ലി ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് 1-ൽ നിന്നാണ്. ബ്ലോക്ക് 2-ൽ നിന്നാണ് നെക്സ്റ്റ് ഒരു ഫ്രീക്വൻസി പറയുക. ദെൻ ബ്ലോക്ക് 3-ൽ നിന്നാണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുള്ളത്. ഒരു തേർഡ് ലെവൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബ്ലോക്ക് 5-ഉം പിന്നെ കണ്ടിട്ടുള്ള ബ്ലോക്ക് 6-ഉം ദെൻ ബ്ലോക്ക് 4. ഈ ഒരു ലെവലിലാണ് നമ്മളുടെ ഒരു ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്ക് 1 എന്ന് പറയുന്നത് നമുക്കൊരു മസ്റ്റ് കവർ എന്ന രീതിയിലാണ് ഈ ഒരു ബ്ലോക്ക് 1 നമ്മുടെ ബിസിനസ് ലോയിൽ വരിക. ദെൻ നമുക്കൊരു ബ്ലോക്കും യൂണിറ്റ് വൈസ് ഒക്കെ ഒന്ന് കുറച്ച് നോക്കി. ഇനി അതിന്റെ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും വന്നൊരു പോർഷൻസിൽ നിന്ന് തന്നെ ടോപ്പിക്സ് കണ്ട് നോക്കിയാൽ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. നമുക്ക് എന്താണ് കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നല്ലൊരു ഐഡിയ കിട്ടും. ഇനി ഇതിന്റെ അണ്ടറിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞത്. ഏതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം, ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പറഞ്ഞു. നമ്മൾ ന്യൂമെറിക്കൽ റെപ്രസെന്റേഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി ആണ്, അതായത് എത്രത്തോളം അതിന്റെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ പാസ്റ്റ് എക്സാംസിൽ. ഇമ്പോർട്ടൻസ് ലെവൽ പറയുക, ഹൈ എന്ന് പറയുമ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണ്, മസ്റ്റ് കവർ ആണ്. മീഡിയം എന്ന് പറയുന്നത് കവർ ചെയ്യണം, പക്ഷെ ഇത് മസ്റ്റ് കവർ എന്നല്ല, വരാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ലോ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, പക്ഷെ അത്ര റിപ്പീറ്റഡ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നോക്കിയിട്ട് പോകണം. എന്നാൽ അത് ഹൈലി അത് മാത്രമേ വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റഡീസിൽ അതനുസരിച്ച് ടോപ്പിക്സ് കവർ ചെയ്യാൻ നല്ല രീതിയിൽ പറ്റും. ആ ഗ്രാഫും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നോക്കാം. നമുക്ക് നോർമലി 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഇഗ്നോയുടെ എക്സാംസിന് വരിക. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ്, ക്രിറ്റിക്സ്. അതായത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ടുന്ന കുറച്ച്, അതായത് വിത്ത് എക്സാമ്പിൾസ് നമുക്ക് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വരുന്ന എന്തെങ്കിലും എസ്സേസോ കാര്യങ്ങളോ ആണ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 1-2 സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലോ നിർത്താൻ പറ്റത്തില്ല. ഒരു 4-5 പേജ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട വല്ല ഡിസ്ക്രിപ്ഷൻസോ ആണ് വരുന്നതെങ്കിൽ അതിന് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അതായത് ഡിസ്കസ് ദ എസെൻഷ്യൽസ് ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഷോർട്ട് നോട്ട്സിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും. ഇത് ഇത്രയും വലിച്ചുകാരി നീട്ടി ഒത്തിരി എക്സ്പ്ലനേഷൻ വേണ്ടി വരത്തില്ല, പക്ഷെ എന്നാലും കറക്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള അതിന്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. അതാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറയുന്നതാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ ക്രിറ്റിക്സ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം, ഒരു കേസ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് അതിനൊരു ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നതാണ് ക്രിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് എക്സാമിൻ ദ ഡോക്ട്രിൻ ഓഫ് ഹേവിയറ്റ് എൻറ്റർ, അതായത് ആൻഡ് എക്സംഷൻസ് രണ്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എക്സാമിൻ, നമ്മൾ ആദ്യം ആ ഒരു കേസ് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് ഒരു കാര്യം മനസ്സിലാക്കി അതെന്താണെന്നും അതിനെക്കുറിച്ച് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസ് ഒക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ എന്ന രീതിയിലാണ് ക്രിറ്റിക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. ദെൻ കേസ് സ്റ്റഡീസ് വരാറുണ്ട് സാധാരണ. അത് ഓൾറെഡി നമുക്ക് എന്താ, നമ്മുടെ പ്രാക്ടിക്കൽ ഒരു ആപ്ലിക്കേഷനും കൂടെ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതായത് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്. അതായത് നമുക്കൊരു കേസ് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം വായിച്ചു മനസ്സിലാക്കുക, അതെന്ത് കേസാണ്, അതിൽ എന്താണ് നമുക്ക് ശരിക്കും വരുന്നൊരു ഇഷ്യൂ, എന്താണ് അതിനകത്തെ പ്രശ്നം, അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇന്നതാണ്, ഇന്നതുകൊണ്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇന്ന കേസാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്.
അതിനകത്ത് നമ്മൾ എന്താണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടോ, അണ്ടർ വാട്ട് കണ്ടീഷൻസ് ക്യാൻ യു ഷുവർട്ടി ബി ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി. അതായത് നമ്മളിപ്പോൾ ആ ഒരു കേസ് മനസ്സിലാക്കുക അത് എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അതിനെ വേണ്ടുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ പറഞ്ഞ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കണം. അതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇത് നോർമലി എല്ലാ പേപ്പേഴ്സിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സിനും വരാറില്ല. പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇപ്പൊ ബിസിനസ് റോയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോർമൽ ക്വസ്റ്റ്യൻസിൽ വരുന്നൊരു അല്ലെങ്കിൽ പേപ്പേഴ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മൂന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞില്ല, ആ ഒരു സെറ്റ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ദെൻ ഡിസ്റ്റിങ്ഷൻസ്, അതായത് ഡിഫറൻഷിയേറ്റ് പറയുമല്ലോ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വോയിഡ് ആൻഡ് വാലിഡ്. ദെൻ എന്താണ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡിഫറൻസ് കോളം തിരിച്ചോ അല്ലെങ്കിൽ നമ്മൾ എസ് എ ടൈപ്പായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നതാണ് ഡിസ്റ്റിങ്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വരുന്നത്. പക്ഷെ നമുക്ക് കേസ് സ്റ്റഡീസ് എല്ലാ സബ്ജക്ട്സിനും അങ്ങനെ വരാറില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ്. പക്ഷെ കേസ് സ്റ്റഡീസ് നല്ലൊരു ടൈപ്പ് ഇതാണ്. നമുക്ക് പൂർണ്ണമായിട്ട് എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യവും എങ്ങനെ എഴുതാം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഐഡിയയിൽ എഴുതാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് സാധനം എന്താണ് അവർക്ക് ഉത്തരം വേണമെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് ആ ഒരു കേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കേസിനകത്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലേ, അപ്പൊ ആ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ്, അതായത് നമ്മുടെ ഒരു ബ്ലോക്ക് കവർ ചെയ്യുന്ന ഒരു ട്രെൻഡ് നോക്കാം. ഹൈലി റെലവൻസ് ആയിട്ടുള്ള ബ്ലോക്സ് എന്ന് പറയുന്നത്, അതായത് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ ഫ്രീക്വൻസിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1. അതിനകത്ത് ബ്ലോക്ക് നമ്മൾ മുമ്പ് ഗ്രാഫ് കണ്ടപ്പോഴേ മനസ്സിലായത് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏറ്റവും ഹൈലി റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആയിരുന്നു. അതിനകത്ത് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്, ഓഫേഴ്സ് ആൻഡ് അക്സെപ്റ്റൻസ്, ഫ്രീ കൺസെന്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് എസ് എ ക്വസ്റ്റ്യൻസിൽ. ദെൻ ബ്ലോക്ക് 2 വെച്ച് കഴിഞ്ഞാൽ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ്. അതിന്റെ പാർട്ട് 2 ആണ്. അതിൽ നിന്ന് കൺസിഡറേഷൻ, വോയിഡ് അഗ്രിമെന്റ്സ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബ്ലോക്ക് 5 സെയിൽസ് ഓഫ് ഗുഡ്സിൽ നിന്ന് വാറണ്ടീസ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ടോപ്പിക്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ വരുന്നത് ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മീഡിയം ലെവൽ രീതിയിൽ റെലവൻസ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ബ്ലോക്ക് 6 ആണ്. ബ്ലോക്ക് 6 നിന്ന് നമുക്ക് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ഏജൻസി എന്ന് പറയുന്ന പോർഷൻസ് ആണ് കൂടുതലും ഫ്രീക്വൻസിയിൽ ഷോർട്ട് നോട്ട്സിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ കേസ് സ്റ്റഡീസിലും അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ പോർഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ ബ്ലോക്ക് 6 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. അതിനകത്തെ പ്രോമിസറി നോട്ട്സും ചെക്സും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതിൽ ഫോക്കസ് ചെയ്യുക. ദെൻ ലോ റെലവൻസ്, അതായത് റിപ്പീറ്റേഷൻസ് കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്, പാർട്ട്ണർഷിപ്പ്. അതിലെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് നിലവിൽ. പക്ഷെ എന്താണ്, മറ്റ് ബ്ലോക്കുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ടോപ്പിക്കുകളെ വെച്ച് നോക്കുമ്പോൾ റെലവൻസ് കുറച്ച് കുറവാണെന്ന് പറയും. അതായത് റിപ്പീറ്റേഷൻസും ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ഇൻ പാസ്റ്റ് എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഏജൻസി ഓഫ് റെറ്റിഫിക്കേഷൻ, സെയിൽ ബൈ നോൺ ഓണേഴ്സ്, ഇങ്ങനെ 2 ടോപ്പിക്സ് ഉണ്ട് അല്ലെ. എസ്പെഷ്യലി ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. നേരെ കാണാപ്പാഠം പഠിച്ചു വെക്കുന്നതിനെക്കാട്ടും ഈ ഒരു ടോപ്പിക്സിൽ കൂടുതലും ആപ്ലിക്കേഷൻ ലെവലായിട്ട് നമുക്കൊന്ന് എന്താണ് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ദെൻ ബ്ലോക്ക് കവറിംഗ് ഫൗണ്ടേഷണൽ കോൺട്രാക്ട് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഫൗണ്ടേഷൻ കോൺട്രാക്ട് ലോ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ്ലി എംഫസൈസ്ഡ് ആണ്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ്ലി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ബ്ലോക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഇയറിലെ. അപ്പൊ അത് ഒന്നുകൂടൊന്ന് വിട്ടുപോകാതെ കമ്പൽസറി ആയിട്ട് കവർ ചെയ്യുക, മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ഇതിനകത്ത് വരുന്നൊരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ റീസെന്റ് ഇയേഴ്സിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ആ ഏജൻസി ഓഫ് റെക്ടിഫിക്കേഷനിൽ നിന്നും സെയിൽ ബൈ നോൺ ഓണേഴ്സിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് അതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറയുന്നത്. അപ്പം ഇത് ഇത്രയുമാണ് ഒരു ഏകദേശം ട്രെൻഡും ഒക്കെ പറയാനുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയാനുള്ളത്. ദെൻ ഇനി നമ്മുടെ മാർക്ക് അലോക്കേഷന്റെ ബേസിസിൽ ബ്ലോക്സും യൂണിറ്റ്സും
എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് പ്രീ കൺസെന്റിൽ നിന്നും 20 to 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിലവിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മാർക്ക് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുക. ദെൻ ബ്ലോക്ക് 2 കൺസിഡറേഷൻ, അതായത് വോയിഡ് എഗ്രിമെന്റ്സ്, അതിൽ നിന്ന് 15 to 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ബ്ലോക്ക് 3 നിന്ന് ഇൻഡംനിറ്റി ഏജൻസി, ദെൻ അത് 10 to 20 മാർക്സ് റേഞ്ചിലാണ് നിൽക്കുക. ദെൻ ബ്ലോക്ക് 4 നിന്ന് പാർട്ട്ണർഷിപ്പ് ആണ് പോർഷൻ നോക്കേണ്ടത്, ടോപ്പിക് നോക്കേണ്ടത്. 10 to 15 റേഞ്ച് ആണ് അതിന്റെ മാർക്ക് അലോക്കേഷൻ. ദെൻ ബ്ലോക്ക് 5 നിന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്, അതിന് 20 to 30 മാർക്സിന്റെ അലോക്കേഷൻ ഉണ്ട്. ദെൻ ബ്ലോക്ക് 6 നിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്, അത് 15 to 25 മാർക്സിന്റെ മാർക്ക് അലോക്കേഷൻ ആണ് ഉള്ളത്. മാർക്ക് അലോക്കേഷന്റെ ബേസിസിലുള്ള ഒരു ഗ്രാഫാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ കാണാം നമുക്കൊരു 30 റേഞ്ച് വരെ നിൽക്കുന്ന ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ബ്ലോക്ക് 5 ആണ്. ദെൻ അതിന്റെ തൊട്ട് താഴെ വരുന്നത് ബ്ലോക്ക് 2 ബ്ലോക്ക് 6 ഉണ്ട് 25 റേഞ്ച് വരെ. ദെൻ 20 റേഞ്ചിൽ നിൽക്കുന്ന ബ്ലോക്ക് 3 15 റേഞ്ചിൽ നിൽക്കുന്നത് ബ്ലോക്ക് 4 ആണ്. ഇനി ക്വസ്റ്റ്യൻ ടൈപ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, അതായത് 50% ക്വസ്റ്റ്യൻസും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 25% ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സും. ദെൻ ഡിസ്റ്റിങ്ഷൻസ് ക്വസ്റ്റ്യൻസ്, അതായത് ഡിഫറൻഷിയേറ്റ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് 10%, കേസ് സ്റ്റഡീസ് 15% ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ടൈപ്പിലെ ട്രെൻഡ് എന്ന് പറയുന്നത് 50% എസ്ഐ, 25% ഷോർട്ട് നോട്ട്സ്, കേസ് സ്റ്റഡീസ് 15%, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷൻ ക്വസ്റ്റ്യൻസ് 10% ആണ് വരുന്നത്. ഇനി നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 to 5, അതായത് 1, 2 and 5 3 ബ്ലോക്കാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്. അതില് ബാക്കിയൊക്കെ 3, 4 ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, പക്ഷെ കൂടുതൽ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസും കൂടുതൽ റിപ്പീറ്റഡ് പോർഷൻസും ഒക്കെ വന്നിരിക്കുന്നത് ഈ 3 ബ്ലോക്കിൽ നിന്നാണ്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ എസ്ഐ സ്റ്റൈല് ആൻസേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസും കേസ് സ്റ്റഡീസിൽ അവർ അനലൈസ് ചെയ്യും, അത് നമ്മളൊന്ന് എഫക്റ്റീവ്ലി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് വരുമ്പം അത് എഫക്റ്റീവ്ലി എന്താണ് വരുന്നതെന്നുള്ളതൊന്ന് കേസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതായത് അതിനകത്ത് നമ്മൾ പിന്നൊരു കുറച്ച് അല്ലെങ്കിൽ അത് നോക്കാതിരിക്കില്ല, അത് മസ്റ്റ് കവർ എന്ന രീതിയിൽ തന്നെ നോക്കണം. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ ഒരു ഫ്രീക്വൻസി ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡിസ്കസ് ദ എസെൻഷ്യൽസ് ഓഫ് എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഓഫറിൽ നിന്നും ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് നിന്ന് ഓഫറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ ഓഫർ, ഡിസ്കസ് ദ ലീഗൽ റൂൾസ് ഓഫ് ഫോർ ദ വാലിഡ് ഓഫർ, 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് വോയിഡ് എഗ്രിമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്, അത് റെസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് ആണ് ടോപ്പിക്ക് വരിക. എഗ്രിമെന്റ് ആൻഡ് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് ഈസ് വോയിഡ്, ഡിസ്കസ് വിത്ത് എക്സെപ്ഷൻസ്, അത് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ കൺസിഡറേഷനിൽ നിന്ന്, അതായത് കൺസിഡറേഷന്റെ യൂണിറ്റിൽ നിന്നും ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷന്റെ ടോപ്പിക്കിൽ നിന്നാണ് നെക്സ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ടേം കൺസിഡറേഷൻ ആൻഡ് ഡിസ്കസ് എക്സെപ്ഷൻസ് ടു ദ റൂൾ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്റ്റിങ്ഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, ഗ്യാരണ്ടി ആൻഡ് ഇൻഡംനിറ്റി തമ്മിൽ, അത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി, 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ നിന്നും ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 5 സെയിൽസ് ഓഫ് ഗുഡ്സിൽ നിന്നും എക്സ്പ്ലെയിൻ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് വിത്ത് എക്സാമ്പിൾസ്, 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രോമിസറി നോട്ടിൽ നിന്നും വാട്ട് ഈസ് എ പ്രോമിസറി നോട്ട്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തൊരു പാറ്റേൺ എന്ന് പറയുന്നത്. അത് ഇതിൽ നിന്ന് നമുക്കൊരു മാർക്ക് അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ടിന് 15 മാർക്കും ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ 10 മാർക്സിൻ്റെതും
Then agreement in restraint of trade 10 marks, consideration 15 marks, distinction അതായത് guarantee versus indemnity ചോദിച്ചത് 10 marks, dissolution of partnership 10 marks, implied conditions and warranties 15 marks, promissory note 10 marks. ഇങ്ങനെയാണ് ഒരു മാർക്ക് അലോക്കേഷൻ ക്വസ്റ്റ്യൻ ബേസ്ഡ് വരുന്നത്. ദെൻ ഇതിന്റെ എല്ലാത്തിന്റെ ബേസിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് 1, 2, 5 എന്ന് പറയുന്ന 3 ബ്ലോക്കുകളാണ്. 1, 2, 5 ഈ ഒരു 3 ബ്ലോക്കുകളാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. അതിലെ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, ഇതാണ് 3 ഇമ്പോർട്ടന്റ് പോർഷൻസ് അല്ലെങ്കിൽ റെക്കറിംഗ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു 3 ഏരിയ ആണ്. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക് ആണ് സെയിൽസ് ഓഫ് ഗുഡ്സിലെ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറന്റീസ്. അതും മസ്റ്റ് കവർ ഏരിയ തന്നെയാണ്. ദെൻ വരുന്നത് പ്രാക്ടീസ് ഡിസ്റ്റിങ്ഷൻസ് ആൻഡ് ഡെഫിനിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടി വേഴ്സസ് ഇൻഡെംനിറ്റി അത് കൂടുതലും എന്താണ് ഡിസ്റ്റിങ്ഷൻ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രോമിസറി നോട്ട്, അതും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഹൈലി പ്രോബബിൾ നമുക്ക് ഹൈ റേഞ്ചിൽ തന്നെ പറയാൻ പറ്റുന്നതാണ്. ദെൻ സ്റ്റഡി ഓഫ് ലീഗൽ ആപ്ലിക്കേഷൻ, അതായത് ലീഗൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്, അത് ഓഫൺ പല രീതിയിൽ റിപ്പീറ്റഡ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ സ്ട്രാറ്റജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റും ഇംപ്ലൈഡ് കണ്ടീഷൻസ്, ഇതൊക്കെയാണ് കൂടുതൽ മാർക്കിനും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഏതാണ്? ബ്ലോക്ക് 1ഉം 2ഉം ആണ്. കോൺട്രാക്ട് ലോയുടെ ബേസിക്സ് വരുന്ന പോർഷൻസ്. പിന്നെ പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ നിന്നുമാണ്. ദെൻ ഷിഫ്റ്റ് ടുവേർഡ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് റീസെന്റ് എക്സാംസിൽ നമുക്ക് കാണുന്ന എന്താണ് കൂടുതലും കേസ് ബേസ്ഡ് സ്റ്റഡീസ് വരുന്നുണ്ട്. അതായത് നമുക്ക് കറണ്ട് സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ കേസ് ഓരോ എക്സാമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഒരു കേസ് സ്റ്റഡി പോലെ തന്നെ നമ്മൾ സിനാറിയോസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്ത് പോവുക, അത് അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുക. അത് എങ്ങനെ ആൻസർ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു പോവുക. ദെൻ നമ്മളുടെ ഒരു പ്രോബബിലിറ്റി റേറ്റിംഗ് ആണ് പറയുന്നത്. പ്രോബബിലിറ്റി റേറ്റിംഗിനകത്ത് ഫസ്റ്റ് ടോപ്പിക്, അതായത് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റിലെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഹൈലി പ്രോബബിൾ ആണ്. കൂടുതൽ പ്രാവശ്യം എക്സാംസിന് വന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ എന്ന് പറയുന്നതും ഹൈലി പ്രോബബിൾ ആണ്. ദെൻ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് ബ്ലോക്ക് 2 ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 2 തന്നെ ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷനും ഹൈ പ്രോബബിൾ ആണ് പറയാം. ദെൻ ബ്ലോക്ക് 3 ഗ്യാരണ്ടീസ് വേഴ്സസ് ഇൻഡെംനിറ്റി എന്ന് പറയുന്ന ഒരു മീഡിയം റേഞ്ച് ആണ്. ബ്ലോക്ക് 4 മോഡ്സ് ഓഫ് ഡിസൊല്യൂഷനും മീഡിയം റേഞ്ച് ആണ്. ദെൻ ബ്ലോക്ക് 5 ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറന്റീസ് ഹൈ പ്രോബബിൾ ആണ്. ദെൻ പ്രോമിസറി നോട്ട്സ് ബ്ലോക്ക് 6 മീഡിയം ആണ്. ബ്ലോക്ക് 6 ക്ലോസിംഗ് ഓഫ് ചെക്ക് ലോ ഒരു പ്രോബബിൾ ആണെന്ന് പറയാം. ഇങ്ങനെയാണ് പ്രോബബിലിറ്റി ബേസിൽ അല്ലെങ്കിൽ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ ടോപ്പിക്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക.
ദെൻ ഇത് പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഹൈലി പ്രോബബിൾ അല്ലെങ്കിൽ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പോർഷൻസ് ആണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, ഇതിനകത്തെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, ലീഗൽ റൂൾസ് ഫോർ ഓഫർ കണ്ടീഷൻസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹൈലി പ്രോബബിൾ എന്ന് പറഞ്ഞു. ദെൻ മീഡിയം റേഞ്ചിൽ പറഞ്ഞ ഗ്യാരണ്ടി വേഴ്സസ് ഇൻഡംനിറ്റിയും പ്രോമിസറി നോട്ടും വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും പ്രാവശ്യമല്ല, എന്നാൽ ഒരു മീഡിയം റേഞ്ചിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മീഡിയം പ്രോബബിൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ദെൻ ലോ പ്രോബബിൾ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഓഫ് ചെക്ക് പറയാൻ കാരണം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡും വന്നിട്ടുണ്ട്. പക്ഷെ അത് ഹൈലി റിപ്പീറ്റബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് ലോ പ്രോബബിൾ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമുക്കൊരു സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ്, അതായത് കൂടുതലായിട്ട് നമ്മൾ സ്റ്റഡി പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു റേഞ്ച് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് ഹൈലി പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, ലീഗൽ റൂൾസ് ഫോർ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഓഫ് വാറന്റീസ്, അതായത് സെയിൽ ഓഫ് ഗുഡ്സിനകത്ത് നിന്നും, ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ, എഗ്രിമെന്റ്സ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്. ഈ ഇത്രയും 5 ടോപ്പിക്കാണ് ഹൈലി പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്, മസ്റ്റ് കവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്സ്. ദെൻ വരുന്നത് മീഡിയം പ്രയോറിറ്റി ടോപ്പിക് ആണ്. മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്ന മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഗ്യാരണ്ടി വേഴ്സസ് ഇൻഡംനിറ്റി, പ്രോമിസറി നോട്ട്. അതായത് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്, പിന്നെ ഹൈലി പ്രോബബിൾ ആയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മീഡിയം പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നു. ദെൻ ലോ പ്രയോറിറ്റി, അതായത് വന്നിട്ടുണ്ട് പക്ഷെ വളരെ ചുരുക്കം പ്രാവശ്യം മാത്രമേ ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്രോസിംഗ് ഓഫ് ചെക്കും അതുപോലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്പെസിഫിക്സും കാര്യങ്ങളും വരുന്ന പോർഷൻസ് ലോ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് വരിക. ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ 5 ഉണ്ട്, മീഡിയം പ്രയോറിറ്റിയിൽ ഒരു 3 ലോ പ്രയോറിറ്റിയിൽ നമുക്ക് 2 അപ്പം ഹൈ പ്രയോറിറ്റി ഒക്കെ പറയാനുള്ള കാരണം പറഞ്ഞല്ലോ, കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പോർഷൻസ് ആണത്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ പ്രയോറിറ്റിയിൽ വന്നിരിക്കുന്നു. മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്കിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രോമിസറി നോട്ടും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്യാരണ്ടി ആൻഡ് ഇൻഡംനിറ്റി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഹൈലി ഇതെന്ന് പറയാനും പറ്റത്തില്ല, വിട്ടുപോകും, വരാൻ തിരിക്കത്തില്ലെന്ന് നമുക്ക് മാറ്റി നിർത്താനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മീഡിയം പ്രോബബിലിറ്റിയിലും. ദെൻ മറ്റേത് നമുക്ക് ലോ പ്രോബബിലിറ്റി, അതായത് ചെക്കിന്റെ കേസൊക്കെ ലോയിലും പറയും. ഇനി നമുക്ക് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതായത് ഈ ഒരു നടത്തിയ അനാലിസിസിന്റെ ബേസിസിൽ ഈ ഒരു December 24 നമുക്ക് എന്തൊക്കെ വരാൻ ചാൻസ് ഉള്ളത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. നോർമൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ തന്നെ മാക്സിമം മാർക്ക് ഔട്ട് ഓഫ് 100 വരുന്നത്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്, അതായത് 8-9 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻസ് വരും. അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും അറിയാവുന്ന ബെസ്റ്റ് 5 എണ്ണം ആൻസർ ചെയ്യുക. എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ്, അതായത് 20 മാർക്സ് വെച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരിക. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് എക്സാമ്പിൾസ് വേണം നമ്മൾ ഓരോന്ന് ആൻസർ ചെയ്യാൻ. അതായിരിക്കും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും എഫക്റ്റീവ് ആയിട്ടും വരുന്നത്. സെക്ഷൻ എയില് നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്, അതിനകത്ത് പാർട്ട് എയും ബിയും വരുന്നുണ്ട്. ഡിഫൈൻ ദ കോൺട്രാക്ട്, ടേം കോൺട്രാക്ട്, ഡിസ്കസ് ദ എസെൻഷ്യൽ എലമെന്റ്സ് റിക്വയർഡ് ടു ഫോം എ വാലിഡ് കോൺട്രാക്ട് അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ബിയിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ വോയിഡ് എഗ്രിമെന്റ് ആൻഡ് ആൻ ഇല്ലീഗൽ എഗ്രിമെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. അതിൽ നിന്ന് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആൻ ഓഫർ, ഡിസ്കസ് ദ ലീഗൽ റൂൾസ് ഗവേണിംഗ് എ വാലിഡ് ഓഫർ. ബിയിൽ എക്സ്പ്ലെയിൻ ദ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് അക്സെപ്റ്റൻസ് വിത്ത് എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കൺസിഡറേഷൻ ഓഫ് പബ്ലിക് പോളിസി ആണ്. എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ കൺസിഡറേഷൻ ആൻഡ് ഡിസ്കസ് ദ എക്സംഷൻസ് ടു ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. ബിയിൽ ചോദിച്ചിരിക്കുന്നത് അനലൈസ് ദ എഗ്രിമെന്റ്സ് ദാറ്റ് ആർ കൺസിഡേർഡ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് ആണ്. അതിൽ എക്സ്പ്ലെയിൻ ദ വേരിയസ് മോഡ്സ് ബൈ വിച്ച് എ കോൺട്രാക്ട് ക്യാൻ ബി ഡിസ്ചാർജ്. ബിയിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ എഫക്ട് of a time being the essence of a contract, provide examples. സെക്ഷൻ ബിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് അനാലിസിസ് ബേസ്ഡ്. മുമ്പേ നമ്മൾ എ പാർട്ടിൽ എസ്സേ ബേസ്ഡ് ആണ് കണ്ടത്, ഇവിടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെസിഫിക് കോൺട്രാക്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ആ പോർഷനിൽ നിന്ന്. എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി, ഹൈലൈറ്റ്സ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡംനിറ്റി ഹോൾഡർ. ദെൻ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ
Concept of agency by rectifications and the conditions for the valid rectification. നമ്മൾ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ. ദെൻ വന്നിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. അതിലെ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ്. ബിയിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ അഗെയിൻസ്റ്റ് ദ ഗുഡ്സ് അണ്ടർ ദ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്. ഇതിലെ എയും ബി എന്ന് പറയുമ്പോൾ 20 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പൊ എക്ക് 10 ബിക്ക് 10 ആ രീതിയിലായിരിക്കും നോർമലി അറിയുക. ഈക്വൽ മാർക്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദെൻ 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ എ എന്ന് പറയുന്നത് ഡിഫൈൻ എ പ്രോമിസറി നോട്ട് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബിയിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് എ ചെക്ക്. സെക്ഷൻ സിയിൽ ചോദിച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്ക് വെച്ചാണ് ഓരോന്നിനും ഉള്ളത്. 8th ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ദ or any two of the following. 4 ഓപ്ഷൻസ് 3-4 ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഏതെല്ലാം 2 ഏറ്റവും അറിയാവുന്നത് എഴുതുക. എ ഡോക്ട്രിൻ ഓഫ് KVA ടെംപ്റ്റർ, മെറിറ്റ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇത് ഇത്രയുമാണ് 8th ക്വസ്റ്റ്യനകത്ത് വരുന്ന ഓപ്ഷൻസ്. 3 ഉണ്ട്, അതിൽ 2 എഴുതുക. 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ any two of the following: contract of guarantee and contract of indemnity, void agreement and valid contract, conditions and warranty in the sale of contract goods act. സെക്ഷൻ ഡിയിൽ ചോദിച്ചിരിക്കുന്ന കേസ് സ്റ്റഡി ആണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതില് എ മൈനർ entered into a contract to purchase a laptop on credit. Later, the seller sought to enforce the agreement in court. Discuss the enforceability of such an agreement, referring to the legal provisions relating to capacity of parties and position of minor in court. അതായത് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? ആ ഒരു കേസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് 1-2 പ്രാവശ്യം പഠിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അവർ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസും പൊസിഷൻ ഓഫ് മൈനർ ഇൻ കോൺട്രാക്ടിന്റെ ഒക്കെ ബേസിൽ വേണം ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതാൻ. അപ്പൊ ഈ ഒരു ബേസിൽ വേണം നമ്മൾ ആ ഒരു കേസ് സ്റ്റഡി എഴുതാൻ. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ഇപ്പൊ ലേൺ വൈസിലെ സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ ആപ്പിനകത്ത് ഇതിന്റെ ഡോക്യുമെന്റ് അവൈലബിൾ ആയിരിക്കും. അതിന്റെ ആൻസർ കേസും അതിനകത്ത് അവൈലബിൾ ആണ്. ഇത് വെച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കുക. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് പോർഷൻസും വന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു എക്സാം എഴുതി അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹൈലി പ്രോബബിൾ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഒക്കെ വിട്ട് നോക്കാതെ പഠിച്ച് കവർ ചെയ്ത് പോവുക കേട്ടോ. ഇപ്പൊ നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. റിപ്പീറ്റഡ് ഇതിന്റെ ബേസിൽ വന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾക്കൊരു എന്താണ് ഒരു മോഡൽ ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സഹിതമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.